നമസ്കാരം, എല്ലാവർക്കും മുല്ലാസ് കുജീനയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഓണം സ്പെഷ്യൽ ടേസ്റ്റി കടല പായസത്തിൻ്റെ പ്രിപ്പറേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ വേഗം വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല, ഞാനിവിടെ വളരെ കുറച്ച് അളവ് സാധനങ്ങൾ വെച്ച് പായസം ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. നമുക്കിനി ഈ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയാലോ. കടലപ്പായസം ഉണ്ടാക്കുന്ന ആവശ്യത്തിലേക്കായി ഞാനിവിടെ 1/2 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് 8 ടേബിൾ സ്പൂൺ ആണ്. കടലപ്പരിപ്പും തുവരപ്പരിപ്പും തമ്മിലുള്ള വ്യത്യാസം, കടലപ്പരിപ്പ് അല്പം കനം കൂടിയ പരിപ്പാണ്. നമുക്ക് ഈ കടലപ്പരിപ്പ് ആദ്യം തന്നെ നന്നായി കഴുകിയെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ കടലപ്പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് അടുത്തതായി നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്കായി കടലപ്പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ 300 ml വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് കടലപ്പരിപ്പ് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഇനി നമ്മുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് 2-3 വിസിൽ സമയം വേവിച്ചെടുക്കാം. വേവിച്ച കടലപ്പരിപ്പ് നമുക്ക് തണുക്കുവാൻ വേണ്ടി വയ്ക്കാവുന്നതാണ്. കടലപ്പരിപ്പ് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനി ഉണ്ടാക്കുന്നതിലേക്കായി ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് 16 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയാക്കേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. ശർക്കര നന്നായി ഉരുക്കി നമുക്ക് അരിച്ചെടുക്കാം. ശർക്കരയിൽ ധാരാളം കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശർക്കര ഉരുകിക്കഴിഞ്ഞാൽ നമുക്കത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് നോക്കാം. കടലപ്പരിപ്പ് ഇവിടെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. വെന്ത് കലങ്ങേണ്ടുന്ന ആവശ്യമില്ല. ഇതിൻ്റെ അധികമുള്ള വെള്ളം നമുക്ക് വാർന്നു കളയാം. വെള്ളം വാർന്നു കഴിഞ്ഞ കടലപ്പരിപ്പ് നമുക്ക് തവി വെച്ച് തന്നെ നന്നായി ഉടച്ചെടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് പായസം ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. പായസം ഉണ്ടാക്കുന്നതിലേക്കായി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടലപ്പരിപ്പ് നന്നായി ഇളക്കി വരട്ടിയെടുക്കാം. ഇത് വരണ്ടു വരുമ്പോൾ ഉരുളിയിൽ ഒട്ടിപ്പിടിക്കുന്നു എന്ന് തോന്നിയാൽ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർത്തതിന് ശേഷവും നന്നായി ഇളക്കി വരട്ടിയെടുക്കാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, തീ സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ കടലപ്പരിപ്പ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കടലപ്പരിപ്പ് നന്നായി വരണ്ടു വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ കൂട്ട് നമുക്ക് നന്നായി ഇളക്കി വരട്ടിയെടുക്കാം. തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ കടലപ്പരിപ്പ് നന്നായി വരണ്ടു കിട്ടിയിട്ടുണ്ട്. കടലപ്പരിപ്പ് ഈ ഒരു പരുവത്തിന് വരണ്ടു കിട്ടുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങയുടെ 3/4 പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ml തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമുക്കിത് തുടരെ ഇളക്കി വറ്റിച്ചെടുക്കാവുന്നതാണ്. ഈ കൂട്ട് വറ്റി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടുന്നത് തേങ്ങയുടെ 2/2 പാലാണ്. ഞാനിവിടെ 250 ml 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നന്നായി ഇളക്കി യോജിപ്പിക്കാം. ശേഷം നമുക്ക് ഈ കൂട്ടിലേക്ക് 8 ഏലക്കയുടെ കുരു ചതച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായി 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ചുക്കുപൊടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി വറ്റിച്ചെടുക്കാം. നന്നായി വരണ്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടുന്നത് തേങ്ങയുടെ 1/4 പാലാണ്. 1/4 പാൽ ചേർത്തതിന് ശേഷം നമ്മൾ പായസം തിളപ്പിക്കാറില്ല. ചെറുതായി ഒന്ന്
കുറുകി വന്നാൽ മതിയാവും. ഇല്ലെങ്കിൽ പായസം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ml ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് പായസം തിളപ്പിച്ചെടുക്കേണ്ടുന്ന ആവശ്യമില്ല. ചെറുതായി ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്ക് തീയെ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് പായസം അലങ്കരിക്കുന്നതിന് വേണ്ടി ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിട്ട് ഇളം ബ്രൗൺ നിറമാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റി കടലപ്പായസം ഇവിടെ ഇപ്പോൾ അല്പം തണുത്ത് കുറുകിയിരിപ്പുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഈ പായസം അലങ്കരിക്കാം. അതിനായി നമ്മൾ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ ഫ്രൈ ചെയ്തത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പായസം അല്പം തണുത്തതിന് ശേഷം മാത്രമേ കിസ്മിസ് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അല്ലാത്ത പക്ഷം ചിലപ്പോൾ പായസം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ടേസ്റ്റി കടലപ്പായസം ഇവിടെ ഇപ്പോൾ കുടിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് കടലപ്പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.